ഈ പെൺകുട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നു. ഈ പെൺകുട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് ശരിയാണ്, സൈബർ അറ്റാക്ക് ഈ പെൺകുട്ടിക്കെതിരെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതൊന്നും ആശാസ്യമായ കാര്യമല്ല, ഒക്കെ ശരി തന്നെയാണ്. അതേസമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അറിയോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര സൈബർ അറ്റാക്കുകൾ നടക്കുന്നു. ഈ പെൺകുട്ടിക്ക് സംഭവിച്ച പോലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും സംഭവിക്കുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ ഈ രാഹുൽ മാങ്കൂട്ടം സൈക്കോപാത്താണ്, ഇയാൾ സൈക്കോപാത്താണ്, ഇയാൾ കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ്, എന്തൊക്കെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു പോലീസ് റിപ്പോർട്ടും കുറ്റപത്രവും സമർപ്പിച്ചിട്ടില്ല. ഒരു കുറ്റപത്രവും സമർപ്പിക്കാതെ, ഒരു കോടതിയും വിധി പറയാതെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും വലിയ പെണ്ണുപിടിയനായി, ഏറ്റവും വലിയ സ്ത്രീ പീഡകനായി ചിത്രീകരിക്കുകയാണല്ലോ. ഇയാളൊരു സൈക്കോപാത്താണ് അല്ലെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇയാൾ ഈ പെൺകുട്ടിയെ മാത്രമല്ല 15ഓളം പെൺകുട്ടികളെ ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുകൂടി കോൺഗ്രസിനുള്ളിൽ എത്ര നേതാക്കന്മാർ പറയുമ്പോൾ നമ്മൾ തീർച്ചയായും എതിർ അഭിപ്രായങ്ങൾ പറയണം. അതാണ് നമ്മുടെ ജനാധിപത്യം, അതാണ് നമ്മുടെ ജനാധിപത്യ അവകാശം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, സഭ്യമായ ഭാഷയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഈ സ്ത്രീക്കെതിരെ സൈബർ അറ്റാക്ക് പാടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും സൈബർ അറ്റാക്ക് പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തെ സൈക്കോപാത്ത് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കോടതി പറയട്ടെ. ഈ കോടതിയല്ല, കോടതികൾ ഒരുപാടുണ്ടല്ലോ, ഈ കോടതികളൊക്കെ പറയട്ടെ. അപ്പോൾ നമുക്ക് കൃത്യമായി ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. ഇപ്പൊ നമുക്കറിയില്ല ഒരു കോടതിയും രാഹുൽ സ്ത്രീ പീഡകനാണെന്ന് പറയാത്തിടത്തോളം കാലം രാഹുൽ സ്ത്രീ പീഡകനല്ല. സ്ത്രീ പീഡകൻ എന്ന് രാഹുലിനെ വിളിക്കരുത്. അത്രയാണ് എനിക്ക് നിങ്ങളോട് പ്രാഥമികമായി പറയാനുള്ളത്. ഓർമ്മയിലെ ഈ വാർത്ത എങ്ങനെയാണെന്ന് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെന്ന് പറയുന്നത്. ഈ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് അത്രേ ഒരു പീഡനം നടന്നത്. അതായത് ഇക്കൊല്ലം മെയ്യിൽ അവിടെ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ മൊഴിപ്രകാരമുള്ള പരിശോധന 5 മണിക്കൂറോളം നീണ്ടു എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റ് 2 സ്ഥലങ്ങൾ കൂടി പാലക്കാട് നഗരത്തിന് പുറത്തെ ഹോട്ടലിൽ നിന്നുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചതായി സൂചനയുണ്ട്. തിരുവനന്തപുരത്തെ വാടകയ്ക്ക് താമസിച്ച ഫ്ളാറ്റിലും 2 തവണ പീഡിപ്പിച്ചതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ചിരി വരുന്നുണ്ടാവും നിങ്ങൾക്ക് അല്ലെ. അതായത് ആദ്യത്തെ ഒരു തവണ പീഡിപ്പിക്കുക, പിന്നെയും പീഡിപ്പിക്കുക, എന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ നിന്നു കൊടുക്കുവോ? അപ്പോൾ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഇത് പീഡനമല്ല, ഇത് 2 പേർ തമ്മിലുള്ള സൗഹൃദങ്ങളായിരുന്നു, 2 പേർ തമ്മിലുള്ള പ്രണയമായിരുന്നു, 2 പേർ തമ്മിലുള്ള ഇഷ്ടമായിരുന്നു. എല്ലാ ഇഷ്ടങ്ങളും എല്ലാ പ്രണയങ്ങളും എന്താ പറയാ കൽപ്പാന്ത കാലത്തോളം നീണ്ടു നിൽക്കില്ല കേട്ടോ. അതൊരു സ്റ്റേജ് എത്തുമ്പോൾ അതില് വിള്ളലുണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സാധാരണയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്രയേ ഉള്ളൂ. 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ചെറിയ പ്രശ്നം, അത്രയേ ഉള്ളൂ. ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടവും ഈ യുവതിയും തമ്മിലുള്ളത് വളരെ നിസ്സാരമായ അവർക്കിടയിലുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. അവർക്കിടയിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കേണ്ടുന്ന ഒരു പ്രശ്നം. ഒരു പക്ഷേ കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ കോടതികളൊക്കെ പോകട്ടെ, അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇവിടെ നാട്ടുകാർക്ക് എന്താണ് കാര്യം? കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതിൽ എന്താണ് കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാഹുൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചോ, പെൺകുട്ടി പ്രസവിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണോ നമ്മൾ ഈ ഇലക്ഷൻ പടിവാതിൽക്കെത്തുമ്പോൾ ചർച്ച ചെയ്യേണ്ടത്? നമ്മുടെ സ്വർണ്ണക്കൊള്ള അല്ലെ, അമ്പലക്കൊള്ള, കേരളത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത രീതിയിലുള്ള അമ്പലക്കൊള്ള ഇവിടെ നടന്നിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അമ്പലക്കൊള്ളയെ കുറിച്ച് ആരും മിണ്ടുന്നില്ല കേട്ടോ. അമ്പലക്കൊള്ളയെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല കേട്ടോ. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഇതിലാണ്. ഇത് തന്നെയായിരുന്നു CPM-ന്റെ ലക്ഷ്യം, ഇത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടിയില്ലെങ്കിലും രാഹുൽ ഈശ്വർ അറസ്റ്റിൽ എന്നാ പറയുന്നത് കേട്ടോ. സന്ദീപ് വാര്യർക്കെതിരെയും കേസ്, അതായത് സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു എന്ന യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവ. ഏതായാലും തൂക്കിക്കൊല്ലുന്നില്ല, സമാധാനിക്കേട്ടോ. രാഹുൽ ഈശ്വറിനെ തൂക്കിക്കൊല്ലില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ് 1-ാം പ്രതി. അഭിഭാഷക ദീപ ജോസഫ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകയാണ്. ആദ്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ പരാതിക്കാരി ഒരു ജെന്യൂനായ ഒരു പരാതിക്കാരിയല്ല, ഇത് ഇരയല്ല, ഈ പരാതിക്കാരി ഒരു ഫ്രോഡാണ്, തട്ടിപ്പുകാരിയാണ് ഇത് പറഞ്ഞ് ഒന്നൊന്നായി ഈ പരാതിക്കാരിയുടെ എന്താ പറയാ മൊഴി
എല്ലാം തെറ്റാണ്, കള്ളത്തരമാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അഡ്വക്കേറ്റ് ദീപ ജോസഫാണ്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് അങ്ങനെ വിവരമില്ലാത്ത ആളൊന്നുമല്ലല്ലോ, കൃത്യമായി നിയമബോധമുള്ള സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മാതിരിയുള്ള ചീള് കേസ് കൊണ്ട് പിണറായി വിജയ ഈ രീതിയിലുള്ളൊരു ചീള് കേസ് കൊണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെയും രാഹുൽ ഈശ്വറിനെയും ഒന്നും നിങ്ങൾക്ക് അവരുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല കേട്ടോ. നീതി വേണം, നീതി നടപ്പാക്കണം. പക്ഷേ സ്ത്രീക്കൊരു നീതി, പുരുഷന് വേറൊരു നീതി എന്നല്ല. സ്ത്രീക്കും പുരുഷനും തുല്യരാണ് നമ്മുടെ സമൂഹത്തിൽ. രണ്ടു കൂട്ടർക്കും നീതി കിട്ടണം. പൊതുസമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ മാന്തിപ്പൊളിക്കാൻ, കീറിപ്പൊളിക്കാൻ അനുവദിക്കും. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 1. ഈ വർഷം തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മലയാള മനോരമയിലെ വാർത്താ വിശേഷങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മലയാള മനോരമയുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് എന്യൂമറേഷൻ ഫോം വിതരണം 11 വരെ എന്നുള്ളതാണ്. അതായിരുന്നു കേരളത്തിന്റെ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളുടെ ആവശ്യം. SIR ഈ നടപടിക്രമങ്ങൾ നീട്ടണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ ഒരാഴ്ച നീട്ടിയിരിക്കുന്നു. മലയാള മനോരമയുടെ ഏറ്റവും ടോപ്പിൽ വീണ്ടും കാണാം അടുത്ത ഉത്സവത്തിന്, അതായത് ഹോർത്തൂസ്. മലയാള മനോരമയുടെ സാംസ്കാരിക ഉത്സവമായ ഹോർത്തൂസ് സമാപിക്കുകയാണ്. ആ ഹോർത്തൂസ് സമാപന വേദിയിൽ ഗാനഗന്ധർവൻ യേശുദാസിന് ഒരു പ്രത്യേക പുരസ്കാരം. എന്ത് പുരസ്കാരമാണ്? ഹോർത്തൂസ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന പുരസ്കാരം മോഹൻലാൽ സമ്മാനിക്കുന്നതിന്റെ ഒരു മനോഹരമായ ഫോട്ടോ ആണ് മലയാള മനോരമയുടെ ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ രീതിയിൽ കൊടുത്തിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് യേശുദാസും ആശംസകൾ നൽകുന്ന ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ വിജയ് യേശുദാസിന് ഈ പുരസ്കാരം കൈമാറുന്നത് കേട്ടോ. ഇനി എന്താണ്? ഈ SIRന്റെ കൂടെ പതിവ് പോലെ പത്രങ്ങളൊക്കെ കൊട്ടിപ്പാടുന്ന രണ്ടുപേര് കൂടി SIRന്റെ സമ്മർദ്ദം കൊണ്ട് മരിച്ചിട്ടുണ്ട്. അത്ര 2 മരണം കൂടി. കേരളത്തിലല്ല. എവിടെയാണ്? ഒന്ന് UP-യിലാണ് അല്ലെ, രാജസ്ഥാനിൽ ഒരാളും UP-യിലും മറ്റൊരാളും, രണ്ടുപേരും മരിച്ചു. അവർ പറയുന്നത് ഇത് SIRന്റെ സമ്മർദ്ദം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, SIRൽ ഈ പറയുന്ന BLOമാർക്ക് ഒരു സമ്മർദ്ദവുമില്ല. വളരെ കൂളായിട്ട്, വളരെ ലാഘവത്തിൽ അവർക്ക് ഈ ജോലി ചെയ്യാം. ഈ മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ അത് വേറെന്തോ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരിക്കാം. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പ്രതികരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു. ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ സ്വന്തം ബോധ്യങ്ങളാണ് കേട്ടോ. എൻ്റെ സ്വന്തം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ വിശകലനങ്ങളാണ് ഞാൻ നടത്തുന്നത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഇതിന് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവും കേട്ടോ. ഈ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റുകൾ, എൻ്റെ അഭിപ്രായങ്ങൾ തെറ്റാണ്, അത് ശരിയല്ല, എൻ്റെ നിലപാടുകൾ തെറ്റാണ്, അത് ശരിയല്ല എന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് അതിൽ രേഖപ്പെടുത്താം കേട്ടോ. ഇതിനെയാണ് ഒരു സ്നേഹ സംവാദം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത് പരസ്പരം തെറിവിളിയാണ്. എൻ്റെ വാദങ്ങളോട് യോജിക്കാത്തവർ എന്നെ തെറി വിളിക്കുന്നു. അങ്ങനെ എൻ്റെ വാദങ്ങൾക്ക് എതിരെ തെറി വിളിക്കുന്ന ആൾക്കാരെ ഞാനും തെറി വിളിക്കുന്നു. ഇതൊരു ശരിയായ രീതിയല്ല. ഇതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് പരസ്പരം ആശയ സംവാദങ്ങളാണ്. ആശയ സംവാദങ്ങളിലൂടെ പണ്ടത്തെ അങ്ങനെയായിരുന്നല്ലോ. പണ്ടത്തെ ചായപ്പീടികളിലും ബാർബർ ഷാപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഈ രാഷ്ട്രീയ ചർച്ചകളായിരുന്നു. ഈ രാഷ്ട്രീയ ചർച്ച എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അതിനുവേണ്ടി വാദിക്കുന്നു, തർക്കിക്കുന്നു. പരസ്പരം തന്തക്ക് വിളിയോ വെട്ടിക്കൊല്ലലൊന്നും ഇല്ല കേട്ടോ. അത് അങ്ങനെ പരസ്പര ആശയ സംവാദങ്ങൾ നടത്തുമ്പോഴാണ് എൻ്റെ നിലപാടുകൾ എനിക്ക് പുനഃപരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് നിങ്ങൾക്കും അങ്ങനെയാണ്. നിങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടോ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അപ്പോഴാണ്. ഇതിനാണ് ഒരു സ്നേഹ സംവാദം എന്ന് പറയുന്നത്. ഈ സ്നേഹ സംവാദത്തിലൂടെ മാത്രമേ നമുക്ക് പുതിയ ആശയങ്ങൾ ഒക്കെ രൂപീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ അഡമന്റ് ആയിട്ട് നമ്മളൊരു പ്രത്യേക ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അത് ഇനി എന്ത് തെറ്റാണെങ്കിലും അതിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനെതിരെ ഒരാൾ ശബ്ദമുയർത്തുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അയാൾ 51 വെട്ടി കൊല്ലാൻ പോകുന്നു. ഇതല്ല ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഞാൻ പറയുന്നത് ശരി അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുക.